നോർമലി നമ്മൾ പണ്ട് മുതലേ പറയുന്ന കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, സ്ത്രീകൾ കൂടുതലും മോണോഗാമസ് ആണ് ഉം, ഒരു 80%. ഉം, പക്ഷെ പുരുഷന്മാർ വരുമ്പോൾ അവർ കംപ്ലീറ്റ്ലി പോളിഗാമസ് ആണ്. ആ, അവർ ഒരു സ്ത്രീയിൽ മാത്രം സംതൃപ്തരാവില്ല പുരുഷൻ എന്ന് പറയുന്നത് ആ. കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം സത്യമാണ്? സുരേഷ് പറഞ്ഞത് ശരി തന്നെയാണ്. പുരുഷൻ പോളിഗമസ് ആണ്. ഉം, അതിൻ്റെ അർത്ഥം ഒരു പല പുരുഷന്മാരിലും ഇങ്ങനെ ഒരു ഡിസയർ മൂഡൊക്കെ വന്നാലും പലരും ഉം, സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞ നമ്മുടെ മൈൻഡിൻ്റെ അവസ്ഥയും കൊണ്ട് കൺട്രോൾ ചെയ്ത് പോകുന്നുണ്ടാവും. പക്ഷേ ഉം, റൈറ്റ് സിറ്റുവേഷൻസ്, ആരും അറിയുന്നില്ലാത്ത സിറ്റുവേഷനിൽ വളരെ സേഫായ കണ്ടീഷനിൽ ചിലപ്പോൾ അവൻ പുറത്തെടുത്തെന്ന് വരാം. ഉം, കാരണം ഒരു ഒരു സാധനം ഒരേപോലെ അവന് എപ്പോഴും അതേപോലെ ഇഷ്ടം അവന് കണ്ടിന്യൂ ചെയ്ത് ഉണ്ടാവണമെന്നില്ല. ഡിഫറൻ്റ് ആയിട്ടൊരു പൂ കാണുന്ന സമയത്ത് അതിനോടൊരു ആകർഷണം ചിലപ്പോൾ ഈ പുരുഷന്മാർക്ക് കൂടുതലായിട്ടാണ് കണ്ടുകൂടുന്നത്. ഉം, അപ്പോൾ അത് ചിലർ ഫിയർ, അവരുടെ റിലീജിയസ് കൾച്ചറൽസ് ബിലീഫ് ഉം, സിസ്റ്റം, അങ്ങനെ ഇങ്ങനെ സൂപ്പർ ഈഗോ എന്ന് പറയും. ഉം, ഇത് വെച്ച് ചിലർ ഹൈഡ് ചെയ്ത് ആ ക്യാരക്ടർ എടുക്കും. പക്ഷേ റൈറ്റ് സിറ്റുവേഷൻ ചിലപ്പോൾ പുറത്ത് വന്നെന്നിരിക്കും. ഉം. ജനറലി പുരുഷന്മാർ പൊളിഗമി തന്നെയാണ്. ഉം. അപ്പോ ചില സിനിമകളിലെങ്കിലും വളരെയധികം തീവ്രമായി പറയുന്ന ഒരു കാര്യമാണ് ഉം. വൺ വുമൺ മാൻ എന്നൊക്കെ. ആ. ഈ വൺ വുമൺ മാൻ എന്ന് പറഞ്ഞ ആളുകൾ ഉണ്ടോ? ഇപ്പൊ പറഞ്ഞു പുരുഷന്മാര് ജനറലി ഉം. പോളിഗാമസ് ആണ് ഉം. എന്നുള്ള കാര്യം. വൺ വുമൻ വൺ മാൻ എന്ന് പറഞ്ഞത് നമ്മുടെ സമൂഹം അല്ലെങ്കിൽ കൾച്ചർ റിലീജിയനൊക്കെ നമ്മളെ ഫോഴ്സ്ഫുള്ളി നമ്മളെ അങ്ങനെ ഒരു സിസ്റ്റം, ഒരു അച്ചടക്കത്തോടുകൂടി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വച്ചിരിക്കുന്നതാണ്. ഉം, കാരണം നമുക്കൊരു സിസ്റ്റം വേണം, അതിനൊരു ഓർഗനൈസ്ഡ് ആയിരിക്കണം. അല്ലെങ്കിൽ അവിടെ താളപ്പിഴകൾ വന്ന ഉം, മൊത്തം ലൈഫിലും ഫാമിലി ലൈഫിലും പ്രോബ്ലംസ് വരും. ഉം, ബേസിക്കലി മനുഷ്യൻ അങ്ങനെയല്ല, അവൻ്റെ നേച്ചർ പോളിഗമി തന്നെയാണ്. ഉം, ചിലർ നമ്മളിപ്പോൾ പുറത്തുനിന്ന് കാണുന്നില്ലെങ്കിൽ അവൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു വേറൊരു സ്ത്രീയോ അല്ലെങ്കിൽ ഒക്കെ കാണുന്ന സമയത്ത് അവൻ്റെ ഉള്ളിൽ ഡിസയർ വരാം, ആഗ്രഹങ്ങൾ വരാം. പക്ഷെ അവൻ ചിലപ്പോൾ അവൻ കൺട്രോൾ ചെയ്യുന്നുണ്ടാവാം. ഉം, പക്ഷെ ബേസിക്കലി അവൻ്റെ മനസ്സിൽ വൺ വുമൺ വൺ മാൻ സിറ്റുവേഷൻ അല്ല. ഉം. ഇപ്പം അതിൻ്റെ പുരുഷന്മാരിൽ മാത്രമല്ല സ്ത്രീകളിലും കുറച്ചുകൂടി പഴയ മാതിരിയല്ല പുറത്തേക്ക് വന്നു തുടങ്ങി. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ അതെ. ഇൻഫ്ലുവൻസ് ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ അവരും ഒരു പരിധി വരെ ഇപ്പം അതിലേക്ക് വരുന്നതായിട്ട് എൻ്റെ അടുത്ത് വന്ന് ഉം. ക്ലിനിക്കൽ എക്സ്പീരിയൻസ് അതാണ് തെളിയിക്കുന്നത്.